കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപം ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ജബ്ബാറാണ് ഭാര്യ മുനീറയെ വെട്ടുകത്തിക്കൊണ്ട് അതിക്രൂരമായി ആക്രമിച്ചത്. മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. വളരെ മോശാവസ്ഥയിലാണ്, ഇന്ന് പറയാറായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. നിങ്ങൾ ഏഷ്യാനെറ്റിൽ വന്ന ഈ ഒരു വാർത്ത കണ്ടിരുന്നോ? അതായത് മുനീറ എന്ന് പേരുള്ള ഒരു സ്ത്രീനെ ജബ്ബാർ എന്ന് പേരുള്ള ഭർത്താവ് ഈ എന്താ പറയുക ജോലിക്ക്, ഇവർ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുകയാണ് ഈ മുനീറ. അപ്പോൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ കുറച്ച് കാശ് ചോദിച്ച്, പക്ഷേ മുനീറയുടെ അവർ എൻ്റെ കയ്യിലില്ല, വൈകിട്ട് വന്നെങ്കിൽ എൻ്റെ കയ്യിലുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ ദേഷ്യത്തിന് ഇയാൾ അതിക്രൂരമായിട്ട് വിട്ടൊരു വാർത്ത. അതോടൊപ്പം തന്നെ വേറൊരു വാർത്ത, ഗർഭിണിയായ ഭാര്യയെ കെട്ടിയിട്ടിട്ട് വായിൽ തുണിയൊക്കെ തിരികെ കയറ്റിയിട്ട് ഭർത്താവ് ഷാഹിദ് എന്ന പേരിൽ ഇസ്തിരിപ്പെട്ടിയെടുത്തിട്ട് പൊള്ളിച്ചിക്കാം. ഈ ഒരു പെൺകുട്ടിക്കാരിയാണ് ആ ഒരു സ്ത്രീ. അവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, വീട്ടുകാരൊക്കെ ഒഴിവാക്കിയിട്ട് ഇയാളെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ഈ രണ്ട് സംഭവങ്ങൾ ഇതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാൻ കഴിയാം? ആദ്യത്തെ സംഭവം പറയാം. ഈ ഒരു വാർത്തകൾ കണ്ടിട്ടുണ്ടാവാം, ഒന്നുകൂടെ ഒന്ന് കാണും ഈ വാർത്ത. കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപം ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ജബ്ബാറാണ് ഭാര്യ മുനീറയെ വെട്ടുകത്തിക്കൊണ്ട് അതിക്രൂരമായി ആക്രമിച്ചത്. മുനീറ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. യുവാവ് ലഹരിക്കടിമയാണെന്ന് മുനീറയുടെ ബന്ധുക്കൾ ആരോപിച്ചു. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ പെട്ടെന്ന് ഓന് പൈസക്ക് ആവശ്യപ്പെട്ടപ്പോൾ ഓള് പറഞ്ഞ് വൈകുന്നേരം അല്ല അതിൻ്റെ അടുത്ത് പോയാൽ പാശെന്ന് വെച്ച് അതിൽ വാതിൽ കുറ്റിയിട്ടിട്ട് വെട്ടേത്. ബാക്കിൽ 2 വെട്ടുണ്ട്, കഴുത്തിൻ്റെ ഇവിടെ വെട്ടുണ്ട്, കയ്യിൻ്റെ ഇവിടെ വെട്ടുണ്ട്, വലത് കൈയിൻ്റെ ആ 4 വെട്ട്. അപ്പോൾ വളരെ മോശാവസ്ഥയിലാണ്, ഇന്ന് പറയാറായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അള്ളാഹു യുവതിക്ക് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഷാഹിദ് എന്ന പേരുള്ള ഒരാൾ, അയാളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴും മൂപ്പര് ചിരിക്കുകയാണ്. അപ്പോൾ പ്രണയിച്ചിട്ട് ഇറക്കി കൊണ്ടുവന്നൊരു പെൺകുട്ടിനെയാണ് അയാൾ എന്ത് ചെയ്തത്, ഇസ്തിരിപ്പെട്ടിയെടുത്ത് പൊള്ളിച്ചത്. ഈ ഒരു ജബ്ബാറിൻ്റെ കഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു, അപ്പോഴും ടോക്സിക് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് ഈ പെൺകുട്ടി ആ ബന്ധം തുടർന്നു. ഒടുവിൽ ഇപ്പം എന്താ ഉണ്ടായത്, വെട്ടി പരിക്കേൽപ്പിച്ച് വെന്റിലേറ്ററിലൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ കാര്യക്ഷമമായിട്ട് ഉണരേണ്ടത്. എൻ്റെ ഒരു അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായമാണ്. പള്ളിയിലെ ഉസ്താദുമാരൊക്കെ സത്യത്തിൽ കൗൺസിലിംഗ് കോഴ്സ് ചെയ്യണം. എന്നിട്ട് അവർക്ക് തന്നെ മുൻകൈ എടുത്ത്, കാരണം അവരെ വല്ലാതെ വിശ്വസിക്കും, അവരെ വല്ലാതെ ആദരവോടുകൂടി ആളുകൾ കാണും. അവരെന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കോഴ്സിന് ഇപ്പോൾ ഏകദേശം ഉസ്താദുമാരൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ +2 ഒക്കെ കഴിഞ്ഞ ഒരാളുകളായിരിക്കുമല്ലോ അപ്പോൾ ഉണ്ടാവുക. ഇപ്പോഴത്തെ യുവ പണ്ഡിതന്മാരൊക്കെ അവരൊരു പ്രോപ്പർ കൗൺസിലിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് നന്നായിട്ട് വിജയിപ്പിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവർക്ക് ഏതെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റും. ഒരിക്കലൊരു സ്ത്രീനെ ഇന്ന് എനിക്കൊരു ഉമ്മ വിളിച്ച് പറഞ്ഞു, ഭർത്താവ് ഭയങ്കര ബുദ്ധിമുട്ട്, വേറെ ഏതൊക്കെ സ്ത്രീയോട് ബന്ധമുണ്ട്, എന്താ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്ന ഭർത്താവ് ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്, ഇതുകൊണ്ട് അനുഭവിക്കുന്ന പ്രയാസം ആർക്കാണ്? ആ ഒരു ഭാര്യക്കാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോകും. അപ്പോൾ മഹല്ല അടിസ്ഥാനത്തിൽ ഉസ്താദുമാർ എന്നെ ഇത്രയും കൗൺസിലിംഗ് കോഴ്സുകൾ ചെയ്തിട്ട് അവർ ഇത്തരത്തിൽ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ മഹല്ലിൽ വളരെ വലിയൊരു മുതൽക്കൂട്ടാവും. കമ്മിറ്റിക്കാരൊന്ന് മുൻകൈ എടുത്താൽ മതി. ഉസ്താദന്മാർക്ക് കുറച്ച് ലീവ് കൊടുത്തിട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉസ്താദന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി കോഴ്സിന് വിടുക. അത് ഇത്ര ദിവസത്തിന് കോഴ്സ് ഉണ്ടല്ലോ, ഒരു വർഷത്തെ കോഴ്സുകളുണ്ട്, പല യൂണിവേഴ്സിറ്റികളിലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഉസ്താദിന് കമ്മിറ്റിക്കാരെന്നെ ഒരു നിശ്ചിത തുക ചിലവാക്കി പഠിപ്പിച്ചാൽ ആ ഉസ്താദിൻ്റെ സേവനം എവിടെ കിട്ടും? ആ മഹല്ലിന് ഫ്രീ ആയിട്ട് കിട്ടും, സൗജന്യമായിട്ട്. ഉസ്താദിൻ്റെ നാട്ടിൻ്റെ ഡ്യൂട്ടിക്കൊപ്പം ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഉസ്താദ് ഇടപെട്ടിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ നാട്ടിലതൊരു വലിയൊരു പരിഹാരമാണ്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അത് പ്രാക്ടിക്കലാണോ? ഒരു പക്ഷേ മഹല്ല് കമ്മിറ്റിക്കാരോ ഉസ്താദുമാരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ വടകരയിലേക്ക് വന്നിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഒരു ഉസ്താദിൻ്റെ കൂടെയാണ് ഒരു ചികിത്സയുടെ ഭാഗം, ഒരു കുത്തുബിയത്ത് ഒക്കെ ഓതാനാണ് അവിടെ വന്നത്. വടകരയിൽ വന്ന സമയത്ത് എൻ്റെ ഉസ്താദിനൊക്കെ ഒരു സുഹൃത്തുണ്ട്, നിയാസ്ക. അപ്പോൾ നിയാസ്കയുടെ വീട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. അവിടെ നിന്ന് നല്ല ഫുഡ്, മാഷാ അല്ലാഹ്, ആ ഒരു വടകരയിലുള്ള ഒരു ഉമ്മ, അദ്ദേഹത്തിൻ്റെ ഭാര്യയും വീട്ടുകാരൊക്കെ നല്ല ഫുഡൊക്കെ ഒരുക്കി. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സ്റ്റാറ്റസ് ഇട്ടിരുന്നു, ഞങ്ങൾ വടകരയിലുണ്ട്. അപ്പോൾ എൻ്റെയും കൂടി ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന തിരുവള്ളൂരിലൊരു ഉമ്മയുണ്ട്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ എൻ്റെ അടുത്താണ് ഞങ്ങൾ തിരുവള്ളൂരുള്ളത്, എൻ്റെ മകളെ അവിടെ വടകര കോട്ടക്കൽക്ക് കെട്ടിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ നിങ്ങൾ വന്നിട്ട് എന്താ വിളിക്കാതിരുന്ന പറയാതിരുന്നത്? അപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ എൻ്റെ സ്റ്റാറ്റസ് ഞാനങ്ങനെ ഇടലില്ല, സ്റ്റാറ്റസ് ആക്കി ഇടലില്ല. നമ്മുടെ ഈ ചാനലിലെ ലിങ്ക് ഇടുക എന്നല്ലാതെ. വില്യാപ്പള്ളി അങ്ങനെ തിരുവള്ളൂർ അടുത്താണ് ഞങ്ങൾ വന്നത്.
അങ്ങനെ തിരുവള്ളൂരിൽ നിന്ന് അവിടുന്ന് റഹ്മാനിയ മസ്ജിദിലാണ് ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ആ വീട്ടിൽ കുത്തുബിയത്തൊക്കെ ഓതി വളരെ സന്തോഷം. ഉസ്താദുമാരെ കൂടെയുള്ളൊരു യാത്ര, ഹൈറായൊരു യാത്ര ആണല്ലോ. അപ്പോൾ ആ ഉമ്മ വിളിച്ചിട്ട് ഭയങ്കര സങ്കടം പറഞ്ഞു, നിങ്ങളൊന്ന് വരികയാണെങ്കിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ വർത്തമാനം കേൾക്കുമ്പോൾ നമ്മുടെ ഉമ്മയോ അല്ലെങ്കിൽ നമ്മുടെ വല്യമ്മയോ ഒക്കെ പറയുന്ന അവർ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പ്രതീതിയാണ്. എന്നെ അവരൊരു മകനായിട്ടോ പേരക്കുട്ടിയൊക്കെ ആയിട്ടാവും കാണുന്നുണ്ടാവുക. എന്തായാലും എത്ര അവരാ കാണിച്ച സന്തോഷം, കാരണം ആ സന്തോഷത്തിന് വല്ലാത്തൊരു മധുരമുണ്ട്. ഇതിലൊരു ചങ്ങായി വിളിച്ചിട്ട് എന്നെ ഭയങ്കര ഭീഷണി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയൊക്കെ തോന്നി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്ലാമിനെ നശിപ്പിക്കുകയാണ്, ഈ ഇസ്ലാമല്ല നീ മുനാഫിക്കാണ്, എന്തൊക്കെ അയാൾ വിളിച്ചിട്ട് ഇങ്ങനെ. ഞാൻ 2-3 തവണ ഞാൻ കട്ടാക്കിയിട്ട് വീണ്ടും വിളിക്കന്നെ, പിന്നെ അങ്ങനെ ബ്ലോക്കാക്കി വെക്കേണ്ടി വരുമോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഒരു മുസ്ലിം ശബരിമലക്ക് പോകുന്നൊരു വീഡിയോ എൻ്റെ FBയിൽ ഇട്ടിരുന്നു, എൻ്റെ ഫേസ്ബുക്ക് പേജിലും അതേപോലെ എൻ്റെ ഇൻസ്റ്റയിലും. അപ്പോൾ അത് കണ്ടിട്ട് ഏതൊരു ഉസ്താദ് ഞാൻ ഇസ്ലാമിനെ വികലമാക്കുന്ന ആളാണ്, മോശക്കാരനാണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടു. ഇത് കണ്ടിട്ടാണ് ഇയാൾ ഇന്നൊരു ഇസ്ലാമിക വിരുദ്ധനാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈമാനിൻ്റെ ആവേശമാണ്, അല്ലാതെ അയാൾക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. ഈ ഉസ്താദിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ FBയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ശബരിമലക്ക് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ റിയാക്റ്റിംഗ് വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ അയാൾ ശബരിമലക്ക് പോയതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ശബരിമല മാല പമ്പിൽ കിറിഞ്ഞു എന്നൊക്കെ പറയുന്ന ആ വീഡിയോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഉദ്ദേശത്തിലാണെന്ന് പറയാം. നമ്മളൊരു അത്ഭുതപ്പെട്ടു, ഒരു അങ്ങനത്തെ ഒരു മുസ്ലിം പൊതുവെ ശബരിമലയ്ക്ക് പോകുന്നത് സാധാരണ സംഭവിക്കലില്ലല്ലോ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനെ സന്തോഷമായെന്ന് പറഞ്ഞാൽ എക്സൈറ്റിംഗ് ആയെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ എന്നിട്ട് ഒരു കാര്യം കൂടി പറയാം. എൻ്റെ നാട്ടിലുള്ള അഷ്റഫ് ഖാൻ എന്ന് പറയുന്ന C. അഷ്റഫ്, ഒരു എഴുത്തുകാരനാണ്, ചെരുപ്പിടാതെ നടക്കുന്ന ഒരാൾ. അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ ശബരിമലയ്ക്ക് പോകലുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും ഇടാറില്ല. കൂട്ടത്തിൽ പറഞ്ഞു അങ്ങനെ ഒരുപാട് മുസ്ലിമീങ്ങൾ അദ്ദേഹം ശബരിമലയ്ക്ക് പോയതിനെ എതിർത്തിട്ടുണ്ട്. ഒരുപാട് ഹിന്ദുക്കളും എതിർത്തു. കാരണം നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ അമ്പലത്തേക്ക് വരുന്നത് എന്നിട്ട് ഹിന്ദുക്കളും എതിർത്തു. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു, മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി മറ്റു മതക്കാരുടെ വിശ്വാസങ്ങൾ നമ്മൾ അണിയേണ്ടതില്ല, മറ്റു മതക്കാരുടെ ആദരവ് മതി. ഇതാണ് ആ വീഡിയോയിലുള്ളത്. ഇതിലെവിടെയും ഇസ്ലാമിനെ വികലമാക്കണമൊന്നുമില്ല. കാരണം ആ വീഡിയോ കണ്ട ഒരാളും, ആ വീഡിയോ ആഴ്ചകൾക്ക് മുൻപ് ഞാൻ FBയിൽ ഇട്ടതാണ്, ഒരാളും എന്നെ ഒന്നും ചീത്ത അറിഞ്ഞിട്ടില്ല. കാരണം ആ വീഡിയോയിൽ എൻ്റെ വാക്കിൽ ഒരു പിഴവുകളുമില്ല. മറിച്ച് പലരും അയാൾ അമ്പലത്തിൽ പോയതിനെ കുറേ മുസ്ലിങ്ങൾ എതിർക്കുന്നുണ്ട്, ഹിന്ദുക്കളും എതിർക്കുന്നുണ്ട്, ചില ആളുകൾ അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഉസ്താദ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഞാനൊരു ഇസ്ലാമിനെ വികലമാക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ടിട്ടാണ് അയാൾ കുറേ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചേരാണ്. ഓരോരുത്തർ ഞാൻ എന്തൊക്കെയോ ഇതൊക്കെ എങ്ങനെയാണ് ഹലാലാവുക? എന്തിനാണ് മറ്റൊരാളെ കുറിച്ചിട്ട് ഇല്ലാത്തത് വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ ഇടുന്നത്? എന്തിനാണ്? ഇസ്ലാമിനെതിരെ ഒരുപാട് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾക്കൊക്കെ നമ്മുടെ അറിവും കഴിവുകളൊക്കെ അവർക്കെതിരെ പ്രയോഗിക്കൂ. ഈ നിസ്സഹായനായ എൻ്റെ മെക്കെട്ട് കയറിയിട്ട് നമ്മളിതിനൊന്നും മറുപടി പറയില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാം. അതിങ്ങനെ കിടന്നിട്ട് ഇയാൾക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം, പിന്നെ ഒരു ആശ്വാസമുള്ളത് ഫോണിൽ കൂടെ ആണല്ലോ. അപ്പോൾ ഞാനതിൽ ആ വീഡിയോ കണ്ടിട്ട് സന്തോഷമായി എന്ന് പറഞ്ഞ് നമ്മൾ എക്സൈറ്റഡ് ആയത് അതാണിപ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയത്. എന്നാലും അത് കണ്ടാൽ മനസ്സിലാവൂലേ നമ്മൾ അതിനെവിടെ ഇസ്ലാമിനെ എവിടെ നമ്മൾ വികലാക്കണം? അപ്പോൾ നമ്മളുടെ ഒരു ഇസ്ലാമിക വിരുദ്ധനാക്കി ചിത്രീകരിച്ചിട്ട് എന്ത് ഹൈറാണ്, എന്ത് നേട്ടമാണ്, എന്ത് നന്മയാണ് കിട്ടുന്നത്? ഇതൊക്കെ പടച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് ചെല്ലണ്ടേ? അപ്പോൾ ആ ഭീഷണിക്കിടയിലാണ് ഈ ഒരു തിരുവള്ളൂരിലുള്ള ഒരു സന്തോഷം ആ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവിടുന്ന് MRA എന്ന് പറയുന്ന വടകര ടൗണിലുള്ളൊരു പ്രസിദ്ധമായൊരു ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച്. നല്ല അടിപൊളി മട്ടൻ മന്തി, ആടും അതേപോലെ ചിക്കനും, നല്ല ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും വടകര MRA എന്ന് പറയുന്ന ആ വലിയൊരു ഹോട്ടലിൽ കയറി എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയും നല്ല ഫുഡാണ്, നല്ല തിരക്കാണ്. രാത്രിയിൽ ആളുകൾ ഇങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, ഇങ്ങനെ ഊഴം കാത്ത് നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഈ ഒരു വിഷമത്തിൻ്റെ ഇടയിലാണ് ആ ഉമ്മ വിളിച്ചത്, നിങ്ങൾ 5 പേരും ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കി തരും. അപ്പോൾ ആ ഒരു സ്നേഹം, ആ ഉമ്മയെ കാണാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ തിരുവള്ളൂർ വരുമ്പോൾ ഉമ്മയെ കാണാൻ, കാരണം അത്രയും നമ്മളെ സ്നേഹിക്കുന്ന 1-2 ആളുകൾ മതി, 100 ആളുകൾ കുറ്റം പറയാണ്ടാവും. നമ്മുടെ പാകപ്പിഴവുകളെ പർവ്വതീകരിച്ചിട്ട് നമ്മളൊരു ഇസ്ലാമിക, നിങ്ങൾ ഇന്നെ കുറ്റം പറഞ്ഞോളൂ, ഞാൻ ഭംഗിയില്ലാത്തവനാണ്, എന്താ പറയുക, പല്ലിനടയുള്ള ആളുകളാണ്, വിക്കലുള്ള ആളാണ്, ജാടുള്ള ആളാണ്, അറിവില്ലാത്ത ആൾ, ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ സത്യമായ കാര്യങ്ങളായതുകൊണ്ട് ഇങ്ങനെ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ. പക്ഷേ ഇനി ഇസ്ലാമിക വിരുദ്ധനാണെന്നും ഞാൻ മുനാഫിക്കാണെന്നും എന്നെ കാഫിറാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പറയുമ്പോൾ
അതൊരു വല്ലാത്ത വേദനയാണ്. അപ്പം അങ്ങനെ വേദനിച്ചതിൻ്റെ ഇടയിലാണ് ഈ ഉമ്മയുടെ ഈ വിളിയും സന്തോഷവുമുള്ളതെന്നുള്ളത് ആ വലിയ വേദനയെ മായ്ക്കുന്ന വല്ലാത്തൊരു കുളിരായിട്ട് മാറി. ഇൻഷാ അല്ലാഹ് ഇനി ആ വടകര വരുന്ന സമയത്ത് ഇപ്പോൾ ആ ഒരു ഏരിയ കുറേ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ ഞങ്ങളിങ്ങനെ പോയിട്ടോ, തിരുവള്ളൂരും വെല്ലിയാപ്പള്ളി എത്തിയും ഇതൊക്കെ നമ്മൾ കണ്ടു. ഇൻഷാ അല്ലാഹ് അത് വലിയൊരു സന്തോഷം പങ്കുവെക്കാണ്. ഇൻഷാ അല്ലാഹ് വടകര ആ ഭാഗത്തൊക്കെ തിരുവള്ളൂരൊക്കെ വരുമ്പോൾ ആ ഉമ്മാനൊന്ന് കാണണം, സന്തോഷങ്ങളൊന്ന് പങ്കുവെക്കണം. ഞാൻ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, സമസ്തയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സമസ്തയുടെ ഒരു പ്രസിഡന്റ് തന്നെ നേരിട്ട് നയിക്കുന്ന ഒരു ജാഥ അല്ലെങ്കിൽ സന്ദേശയാത്ര, കേരളം മുഴുവൻ നടക്കുന്ന ഒരു സന്ദേശയാത്ര ഉണ്ടാകുന്നത്. ഏത് സമസ്തയുടെ പ്രസിഡന്റാണ് ഇങ്ങനെ കേരളം മുഴുവനും ഉണ്ടായ കേരളത്തിൻ്റെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ഈ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിനുത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.